ബോട്ട് റൈഡ് ഉണ്ട് റിവറിൽ. അതൊക്കെ നമ്മൾ ഗവൺമെന്റ് സപ്പോർട്ട് കൂടി തന്നെയാണ്. അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ മെയിൻ അട്രാക്ഷൻസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞിട്ട് തന്നെ അവരുടെ പെർമിഷൻ വാങ്ങിച്ച് തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അവരുടെ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു നമുക്ക്, ഗവൺമെന്റ് സൈഡിൽ നിന്നും. പിന്നീട് ഹൈദരാബാദ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരുന്നതാണ് ചാർമിനാർ. അപ്പോൾ ചാർമിനാറിന്റെ പെർമിഷൻ എങ്ങനെ കിട്ടും എന്നുള്ളത് വളരെ ടഫായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ പുറയിൽ 1-2 സ്ട്രീറ്റിന്റെ ഇടയിൽ പോയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ പുറയിൽ ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ വണ്ടി കയറുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ ക്രോസ് ചെയ്ത് ആൾക്കാർ വന്നു. എന്താണ് പരിപാടി? ഞങ്ങൾ ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ സ്ഥലം നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പറഞ്ഞു ഇവിടെ ഷൂട്ട് ചെയ്യാൻ അധികം പെർമിഷൻ ഇല്ല, ഗവൺമെന്റ് സൈഡിൽ പെർമിഷൻ ഇല്ല. അപ്പം നിങ്ങൾ ആരാണ്? ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളിവിടെ സലീം ഭായിയുടെ ആൾക്കാരാണ് പറഞ്ഞു. അപ്പോൾ ഈ സലീം ഭായ് ആരാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് പുള്ളിയാണ് ആ ഏരിയയിലെ ഒരു ഗുണ്ടയാണ്, പുള്ളി പഴയ ഗുണ്ടയാണ്. ഇപ്പം പക്ഷേ പുള്ളി റിട്ടയർഡ് ആയെന്ന് തോന്നുന്നു, ഗുണ്ട പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇപ്പം ഈ പെർമിഷൻ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ പുള്ളി വിചാരിച്ചെങ്കിലേ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റൂ.